ശ്രീമതി രചന, നിങ്ങൾ ഇപ്പം എത്രത്തോളം നെല്ല് കൊടുത്തിട്ടുണ്ട്? എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഈ സാധാരണഗതിയിൽ ഈ സംഭരിച്ച നെല്ലിൻ്റെ പൈസ കിട്ടാൻ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത് സംഭരണം നിർത്തിവെച്ച് സംഭരിക്കാത്തതിലായിരുന്നു പ്രശ്നം. അത് കഴിഞ്ഞ് ഇപ്പം ഈ കഴിഞ്ഞ സമയത്ത് മഴയാണ്, മുഴുവൻ സമയവും മഴയാണ്. അത് മില്ലുടമകൾ അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം പൈസ കിട്ടാനുണ്ട്? ഇതിപ്പോൾ ഇങ്ങനൊരു കേസ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതികാര നടപടിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 696 കോടിയോളം രൂപ കർഷകർക്ക് നൽകാനുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 5 മാസക്കാലം വരുമാനമില്ലാതെയാണ് അവൻ കൃഷി ചെയ്യുന്നത്. 1 രൂപ പോലും നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നില്ല. പണയം വാങ്ങി വെച്ചും കൊള്ള പലിശയ്ക്ക് പൈസ എടുത്തും തന്നെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അതിനുശേഷം 4 മാസം കൂടി ഞങ്ങളെ വരുമാനമില്ലാത്തവരാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 9 മാസം വരുമാനമില്ലാതെ കേരളത്തിലെന്നല്ല ലോകത്ത് ആർക്ക് ജീവിക്കാൻ സാധിക്കും? ഒരാഴ്ചയോ 2 ആഴ്ചയോ പണിയില്ല മനുഷ്യർക്ക് ജീവിക്കാം. 9 മാസം വരുമാനമില്ലാതെ വരുമ്പോൾ കടയിൽ പറ്റ മിക്കവാറും കർഷകരും. ഇന്ന് രാവിലെ തന്നെ ഒരു കർഷക വിളിച്ചു പറഞ്ഞത് 70 രൂപയോളം എന്ന് വെച്ചാൽ ആ കൃഷി തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയ പറ്റ 70 രൂപയോളം കടയിൽ പറ്റായി. അരി മേടിക്കാൻ കാശില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്നം ഉണ്ടാക്കുന്നവൻ അരി മേടിക്കാൻ കാശില്ലാത്ത അവസ്ഥ ഈ ലോകത്ത് എവിടെ കാണും? അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളോട് പ്രതികാര ബുദ്ധിയോട് പെരുമാറാനായിട്ട് ഞങ്ങൾ ആരും പ്രതികാര ബുദ്ധിയോടെ അല്ല അവിടെ ചെന്നത്. ഞങ്ങള് പിറ്റേന്ന് കോട്ടയത്തും സമരം ഉണ്ടായിരുന്നു. കുറിച്ചി പാടശേഖരത്തെ കുറച്ച് കർഷകർ, അവിടെയും പാടി ഓഫീസർമാർ നിവേദനം സ്വീകരിക്കാനായിട്ടില്ല. അവിടെയും പേയ്മെന്റ് ഓഫീസർ മാത്രമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ അരാജകത്വം അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ വിവരങ്ങൾ പറയാൻ ചെന്നാൽ ഓഫീസിൽ ഓഫീസേഴ്സ് ഇല്ല, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. നെൽകർഷകരാണെങ്കിൽ അവരോട് എന്തുവാകാം എന്നുള്ള നിലപാടാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അവർക്ക് കൂട്ടായ്മയില്ലായിരുന്നു. ഇന്നൊരു കൂട്ടായ്മയുണ്ട്. തീർച്ചയായും ഈ പ്രതികാര നടപടികൾ എന്ത് ചെയ്താലും ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല. കാരണം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ കുട്ടികളെ ഉപരിപഠനത്തിനായിട്ട് അയക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാനോ ഞങ്ങളുടെ ജീവിച്ചു നിൽക്കുകയാണ്. യാതൊരു രീതിയിലുള്ള മുന്നോട്ട് പോക്കും ഇല്ലാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. 5 വർഷക്കാലമായി ശ്രീമതി രചന, സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്കും അറിയാലോ. നമ്മൾ കേട്ടും കണ്ടും വായിച്ചുമൊക്കെ അറിയുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് വലിയ രീതിയിൽ പൈസ കിട്ടാനുണ്ട്, ഈ നെല്ല് സംഭരണത്തിന്റെ പൈസ കിട്ടാനുണ്ട് എന്നാണ് എപ്പോഴും സർക്കാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക സർക്കാരിന് തന്നു തീർക്കാനുള്ള ഒരു പ്രതിസന്ധി സപ്ലൈകോ ആയോ ഒക്കെ നേരിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് അവർ സമയം ചോദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിനൊരു മറുപടി ഉണ്ടോ? എപ്പോഴത്തേക്ക് തരാൻ പറ്റും? അങ്ങനെ ഒരു മറുപടി ഉണ്ടോ? ഞങ്ങൾ മങ്കൊമ്പ് പാടി ഓഫീസിൽ ചെന്നിരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു 5 വർഷമായി ഓഡിറ്റിംഗ് നടത്തിയിട്ട് എന്ന്. അതിന് ഉത്തരവാദികൾ ഞങ്ങളാണോ? അല്ലല്ലോ. സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കർഷകന്റെ മേൽ കുറ്റം കെട്ടിവെക്കുകയാണോ ചെയ്യേണ്ടത്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് കാര്യത്തിനാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത്? MLA-മാരുടെ ശമ്പളം മുടങ്ങുന്നുണ്ടോ? മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങുന്നുണ്ടോ? അവരുടെ എന്തെങ്കിലും ആർഭാടങ്ങൾക്ക് കുറവ് വരുന്നുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ PSC മെമ്പേഴ്സിന്റെ ശമ്പളം കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ? ഈ കർഷകന് 1 ഏക്കർ കൃഷി ചെയ്യുന്ന കർഷകന് അവന്റെ പണം 5 മാസം വരുമാനമില്ലാത്തവർക്ക് തരാനില്ല. എന്നിട്ടും ശമ്പളങ്ങൾ കൂട്ടുന്നു. അതിനൊന്നും നമ്മളൊന്നിനും എതിരല്ല, ചെയ്തോട്ടെ. സാമ്പത്തിക അടിത്തറ ഇല്ല അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെലവ് ചുരുക്കും. അങ്ങനെയാണോ ചെയ്യുന്നത്? ഇവിടെ ഇതാണോ നടക്കുന്നത്? കേരളത്തിൽ നടക്കുന്നത് അതാണോ? അല്ലല്ലോ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എല്ലാ കാര്യങ്ങൾക്കും കാശുണ്ട്. കർഷകന്റെ പണം നൽകാൻ പറയുമ്പോൾ അതിന് മാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിൽ എവിടെയാ ന്യായം? അത് ചിന്തിച്ചു നോക്ക്. പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. ശ്രീ സോണിച്ചൻ, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് എന്തായാലും സർക്കാരിന് ഈ പണം തന്നു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ സമാധാനപരമായി നിങ്ങളോടൊന്ന് സംസാരിക്കാനെങ്കിലും തയ്യാറാവേണ്ടതുണ്ട്. നിങ്ങൾക്കെതിരെ ഒരു നടപടിയെടുത്ത് അവിടെ സമാധാനമായി കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്നവർക്കെതിരെ കേസെടുക്കുന്നതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ?